അങ്ങനെ ഇന്ന് വേൾഡ് കപ്പിന് സമയമായി. വെല്ലുവിളികളും ഫ്ലെക്സ് കെട്ടലും തോരണം കെട്ടലും കൊടിയുറപ്പിക്കലും എല്ലാത്തിനും സമാപനം ഇന്ന് രാത്രിയിലാണ്. കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് എല്ലാ ടീമും കൂടെ ഒരുമിച്ചിരുന്നാണ് കളി കാണുന്നത്. വലിയ രീതി അല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് കളി കാണാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു കേബിൾ മാൻ ഉണ്ടായതുകൊണ്ട് വയറ് വലിക്കാനും കേബിൾ എടുക്കാനും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനിടയ്ക്ക് ഭയങ്കര വിശപ്പ്. ഞാനും എൻ്റെ കൂട്ടാനും കൂടെ കഴിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്പല ഗ്രൗണ്ടിൽ അവരെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് ക്രിക്കറ്റ് കളിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഞാനും അവരും കൂടെ ഒരു തട്ടുകട പോയിട്ട് 3 ദോശയും സാമ്പാറും ഒരു ഓംപ്ലേറ്റും അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് തിരിച്ച് സ്ഥലത്തോട്ട് പോയി. തിരിച്ച് അവിടെ ചെന്നപ്പോൾ നമ്മുടെ പിള്ളേർ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം ഏകദേശം 11:30 കഴിഞ്ഞു. അപ്പോഴാണ് ഒരു പണി കിട്ടിയത്. എത്ര അങ്ങോട്ട് നോക്കിയിട്ടും ഫോൺ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. വേഗം കളി സ്റ്റാർട്ട് ചെയ്തു. ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. എങ്ങനെങ്കിലും വല്ല ചാതി ഫോൺ കണക്ട് ചെയ്തെടുത്തുണ്ട്, പക്ഷേ ഇതാ അവസ്ഥ, ലോഡാവുന്നില്ല. എല്ലാത്തിനൊടുവിൽ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. കളി കണ്ടപ്പോഴേ ഏകദേശം ഒരു കാര്യം തീരുമാനമായി. ഈ കൊല്ലം കപ്പ് ആരും കൊണ്ട് പോകുന്നുള്ളത്. കളി കണ്ടെന്ന് ഹരം കയറി വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മഴയും പെയ്യുന്നു. ഇതും കൈ കിട്ടിയ വാരിയൊക്കെ അതിൻ്റെ മണ്ടയിലിട്ടു. മഴയൊക്കെ മാറി വന്നപ്പോഴത്തേനും ദാണ്ട് സ്പെയിൻ്റെ ഫസ്റ്റ് ഗോൾ. ഇപ്പം മൊത്തത്തിൽ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ 2026 വേൾഡ് കപ്പ് സ്പെയിൻ കൊണ്ടുപോയി. ലോകത്തുള്ള എല്ലാവരും ഒരേപോലെ ഒരു ഉത്സവം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇതായിരിക്കും. ലോകത്ത് ഫുട്ബോൾ കളിക്ക് കിട്ടുന്ന പോലെ ഒരു സപ്പോർട്ട് ചിലപ്പോൾ മറ്റൊന്നിനും കിട്ടുന്നുണ്ടാവില്ല. എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ആഘോഷിച്ചിട്ടുണ്ട്. ഈ ഒരു ഉത്സവം വരുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പോയിട്ട് വരാം.